ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് സങ്കടമുണ്ട്. കാരണം എന്താ, ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോയാലോ? സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നും പറയണം കേട്ടോ. ഈ പാർട്ടും കൂടിയേ ഉള്ളൂ ഈ സ്റ്റോറി. നാളെ പുതിയൊരു സ്റ്റോറി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ സ്റ്റോറി ഒരു 1500 പേരുടെ അടുത്ത് കാണുന്നുണ്ട്. കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻ്റ് ഇടാൻ മറക്കരുതേ. ഒരു ലൈക്കെങ്കിലും തരണേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? നമ്മുടെ ലാസ്റ്റ് പാർട്ട് അത്യാവശ്യം വലിയ പാർട്ട് തന്നെ ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് ഹിയർ? ഒരു വർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മതിയാക്കി പൊക്കോണം. ഇവളോട് മാത്രമല്ല, നിങ്ങൾ 6 പേരോടും കൂടിയാണ്. നിങ്ങൾ കാരണം ഈ മാസത്തിൽ ഇതും കൂടെ കൂട്ടി 2 പ്രോജക്റ്റാണ് കമ്പനിക്ക് മിസ്സായിട്ടുള്ളത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടേബിളിലെ ഫയൽ താഴേക്ക് വലിച്ചെറിഞ്ഞ് തൻ്റെ വയറും താങ്ങി ദേഷ്യത്തിൽ പുറത്തേക്ക് പോകുന്നവളെ മറ്റുള്ളവർ പേടിയോടെ നോക്കി. ലുക്ക് ഗൈസ്, ഇത് നിങ്ങളുടെ മാത്രം ഫോൾട്ട് കൊണ്ട് സംഭവിച്ചാണ്. ഇനി ഇങ്ങനെ സംഭവിക്കരുത്. മറ്റൊരുവൾ ടേബിളിലേക്ക് കൈകുത്തി ശാന്തമായി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എൻ്റെ ദേവി, മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഇതെന്താടാ, ഹിറ്റ്ലറിൻ്റെ അനീതിമാരാ? ഓഫീസിൽ പുതിയതായി ജോയിൻ ചെയ്ത ശ്രുതി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. നീ വന്നിട്ടല്ലേ ഉള്ളൂ, ഇതിലും വലുത് ഇവിടെ ഉണ്ടായിരുന്നു. കൂടെയുള്ള മാത്തം പറഞ്ഞു. ആദ്യം പോയ മാഡം കുറച്ച് ടെററാണെന്ന് തോന്നുന്നു. മറ്റേ മാഡം പാവ, കണ്ടാൽ തന്നെ അറിയാം, ശ്രുതി പറഞ്ഞു. ബെസ്റ്റ്. ആദ്യം പോയ മുതലിനേക്കാളും വലുതാ രണ്ടാമത്ത്. ഇന്ന് മാഡം എന്താ നല്ല മൂഡിലാണ്, അതാ ശാന്തമായിട്ട് സംസാരിച്ചേ. മാഡത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മാസം അടുപ്പിച്ച് 2 കോൺട്രാക്റ്റുകളെ ക്യാൻസൽ ആവാന്നൊക്കെ പറഞ്ഞാൽ ആരായാലും ദേഷ്യപ്പെടില്ലേ? അവർ 2 പേരും ഊണും ഉറക്കം കളഞ്ഞ പാലക്കൽ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് ഇന്ന് ഈ നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നേ, നിഷ പറഞ്ഞു. അല്ല, അപ്പം അവരുടെ കുടുംബത്തിൽ ആണുങ്ങളൊന്നുമില്ലേ ഇതൊക്കെ നടത്താൻ? ശ്രുതി പറഞ്ഞു. മോള് ഇന്നലെ ജോയിൻ ചെയ്തില്ലേ ഉള്ളോ, അതാ എങ്ങനെ പറയണേ? ആ പോയ മുതലുകൾ ആരാന്നാ വിചാരം? ആദ്യം ഇവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ പ്രഗ്നൻ്റ് ലേഡിയില്ലേ, അത് നമ്മുടെ സിറ്റിയിലെ ധ്രുവതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ MD ധ്രുവി ഡോക്ടറിൻ്റെ ഭാര്യ പാർവതിയാണ്. രണ്ടാമത് നീ പറഞ്ഞില്ലേ പാവം മേടാന്ന്, അതാണ് ദേവദത്തൻ IPSൻ്റെ ഒരേ ഒരു ഭാര്യ വർണ്ണ ദേവദത്തൻ. അത്ര പാവമൊന്നുമല്ല. മാഡത്തിൻ്റെ വായിലിരിക്കുന്ന ചീത്ത കേട്ടാൻ വല്ല പുഴയിലും ചാടി ചാവാൻ തോന്നും. ഇവിടെ ഇന്ന് സംസാരിച്ച് സമയം കളയാതെ വന്നേ. ഇനി അടുത്ത പ്രോജക്റ്റ് എങ്കിലും നന്നായി ചെയ്യണം. അത് പറഞ്ഞു മാത്തൻ മീറ്റിംഗ് ഹാളിലെ ചെയറിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടന്നു. അവന് പിന്നാലെ ആയി മറ്റുള്ളവരും. താൻ വരുന്നില്ലേ ദേവശില്പ? ചെയറിൽ തന്നെ നോക്കിയിരിക്കുന്ന ആളെ ശ്രുതി ചോദിച്ചു. താഴെ വീണ് കിടക്കുന്ന ഫയലുകൾ എടുത്ത് അവൾ എഴുന്നേറ്റു. താനിങ്ങനെ വിഷമിക്കാതാടോ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. താൻ ടീം ലീഡർ ആയ കാരണമാണ് ഇത്ര വഴക്ക് കേട്ടെ. സാരല്ലേ, വിട്ടേക്ക്. ശ്രുതി അവളുടെ തോളി തട്ടി പറഞ്ഞു. ഒപ്പം പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് ഇറങ്ങിയ ശില്പ എൻട്രൻസ് കടന്ന ആളെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടി, ശേഷം ചിരിച്ചുകൊണ്ട് അവിടേക്ക് ഓടി. ഏട്ടാ! അവൾ ഓടി വന്ന് ധ്രുവിയെയും ദത്തനെയും കെട്ടിപ്പിടിച്ചു. നിങ്ങളെന്താ ഈ വഴി? ശീലു അത്ഭുതത്തോടെ ചോദിച്ചു. ഇവര് മാത്രമല്ല, ഞാനും ഉണ്ട്, പിന്നിലായി വന്ന മനു ചിരിയോടെ പറഞ്ഞു. മനു എന്നുണ്ടോ? അപ്പം അനുമോള് വന്നില്ലേ? ഇല്ല, അവള് നാളെ ഫംഗ്ഷനെ വരുള്ളൂ. സോങ്ങിന്റെ എഡിറ്റിംഗ് ഒന്ന് നോക്കാൻ സ്റ്റുഡിയോ വരെ വിളിച്ചിരുന്നു, അതുകൊണ്ട് വന്നതാ. അപ്പോൾ അതേ ഇവരെയും കൂടെ കൂട്ടി. അല്ല, നമ്മുടെ അയൺ ലേഡികൾ എവിടെ? ധ്രുവി ചുരിയോടെ ചോദിച്ചു. എനിക്കെന്നറിയില്ല. ഇവക്ക് ഇന്നും വഴക്ക് കേട്ടുവെന്ന് തോന്നുന്നു, ദത്തൻ കളിയാക്കി. അത് പിന്നെ പുതിയ കാര്യമൊന്നുമല്ലല്ലോ. എനിക്ക് ധ്രുവി എൻ്റെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഏട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടായാലും മതി. ചായ കൊണ്ടുവരാനാ, സിറിഞ്ച് എടുത്ത് തരാനാ, പ്രിസ്ക്രിപ്ഷൻ പേരെഴുതി തരാനാ, അങ്ങനെ എന്തെങ്കിലും.
ആ ബെസ്റ്റ്. ഇനി ഇവള് ഇവിടെ കയറാൻ ആ ഹോസ്പിറ്റലും കൂടി ഉള്ളോ. 6 മാസം മുമ്പ് വരെ ഇവള് ശ്രീയേയും നിമ്മിയുടെയും കമ്പനിയിലായിരുന്നു. അവിടെ അവര് വഴക്ക് പറയാന്ന് പറഞ്ഞാണ് ഇവിടേക്ക് ചായ. ഇപ്പൊ ഇവിടെയും വഴക്ക്, ദത്തൻ പറഞ്ഞു. പിന്നെ അല്ലാതെ ഇവരെ പോലെ ഏതു സമയം ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? നോക്കിക്കോ, നാളെ കഴിഞ്ഞ് ഞാനൊരു സെലിബ്രിറ്റിയാ. എനിക്കിനി നിങ്ങളുടെ ജോലിയൊന്നും വേണ്ട. ഏട്ടൻ്റെ കുട്ടി എന്ന് ഇത് തന്നെ പറയണട്ടാ. നിങ്ങളെപ്പോലെ വെറുതെ നടക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പോയി എൻ്റെ വർക്ക് നോക്കട്ടെ, ഷീലു പൂച്ചത്തോടെ പറഞ്ഞു. അത് കേട്ട് ധ്രുവിയും ദത്തനും മനു അകത്തേക്ക് നടന്നു. ദേവശില്പ, ഇത് നിന്റെ ഏട്ടന്മാരാണോ? അവർ പോയത് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശ്രുതി ചോദിച്ചു. ആ അതെ. അപ്പോൾ വർണ്ണ മേഡവും പാർവതി മേഡവും എൻ്റെ സിസ്റ്റേഴ്സ്. എൻ്റെ ദേവി, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഒന്നും അറിയാതെ ഞാൻ അവരെ കുറ്റം പറഞ്ഞ്. അവരോട് പറയില്ല ഏട്ടാ പ്ലീസ്. ഏയ് ശ്രുതി, താനിങ്ങനെ പേടിക്കാതല്ലോ. ഞാൻ ആരോടും പറയില്ല. പിന്നെ ഈ മേഡങ്ങളുടെ പട്ടിഷോ ഇവിടെ മാത്രമേ ഉള്ളൂ. വീട്ടിൽ വെച്ച് ഈ ശീലുവിനെ കാണുമ്പോൾ രണ്ടിൻ്റെ മുട്ടു വരയ്ക്കും. എന്നെ അത്രയ്ക്കും പേടിയാ. ആണോ ശരിക്കും? പിന്നല്ലാതെ. വാ, നമുക്ക് കമ്പനിയിലേക്ക് പോവാം. ശീലു അവളെയും കൂട്ടിപ്പോയി. MBA കഴിഞ്ഞ ദത്തൻ വർണ്ണയെ നേരെ ഓഫീസ് വർക്കിലേക്ക് കയറ്റി. മോളെ നോക്കണേന്നൊക്കെ പറഞ്ഞ് വർണ്ണ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ദത്തൻ അതിന് സമ്മതിച്ചില്ല. വീട്ടിൽ മോളെ നോക്കാൻ അമ്മയും അമ്മായും ചെറിയമ്മയും ഉള്ളതിനാൽ ആ ടെൻഷൻ ദത്തനും ഉണ്ടായിരുന്നില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വർണ്ണ പാർവതിയുടെ ഓഫീസിൽ കയറിയപ്പോൾ ശീലു നേരെ ശ്രീയുടെ ഓഫീസിലേക്കാണ് കയറിയത്. വർണ്ണയുടെ കഴിവ് കൊണ്ടും ദത്തൻ്റെ സപ്പോർട്ട് കൊണ്ടും വളരെ കുറഞ്ഞ കാലം കൊണ്ട് കമ്പനിയുടെ കാര്യങ്ങൾ അവൾ പഠിച്ചെടുത്തു. ഇപ്പോൾ പാലക്ക ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടിംഗ് ആൻഡ് സെക്ഷൻ ഹെഡ് വർണ്ണയും എക്സ്പോർട്ടിംഗ് ഹെഡ് പാർവതിയാണ്. അവരുടെ കഴിവ് കൊണ്ട് പാലക്കൽ ഗ്രൂപ്പ് ദിനംപ്രതി വളർന്നുകൊണ്ടിരുന്നു. അനുവിൻ്റെയും മനുവിൻ്റെയും കല്യാണം കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞത്. അതുപോലെ വർണ്ണയുടെ ഡെലിവറി കഴിഞ്ഞുള്ള മുഹൂർത്തത്തിൽ ശ്രീയുടെയും നിമ്മിയുടെയും വിവാഹം കഴിഞ്ഞു. ആമിക്കും പാർത്തിക്കും മോനാണ് ജനിച്ചത്. പേര് ആര്യൻ. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. ഭദ്ര സിവിൽ സർവീസ് എക്സാം എഴുതി. അവളുടെ സ്വപ്നം പോലെ ശ്രീഭദ്ര മഹാദേവൻ IAS ആയി. ആളിപ്പോൾ ആസാമിലാണ്. ഒപ്പം കൂടെ ട്രെയിനിങ്ങിനുണ്ടായിരുന്ന ശ്രീനിഷ് എന്ന ഒരാളുമായി അവൾ ഇഷ്ടത്തിലായിരുന്നു. അത് കണ്ടുപിടിച്ചതും വർണ്ണ തന്നെയാണ്. അതോടെ ജോലി കിട്ടി 3-ാം മാസം 2 പേരെ എൻഗേജ്മെൻറ്റ് നടത്തി. ദത്തൻ്റെയും വർണ്ണയുടെയും മോൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. വർണ്ണയെപ്പോലെ ഒരു കുട്ടി കുറുമ്പി. 2 വയസ്സായിട്ടില്ലെങ്കിൽ പോലും 20 വയസ്സിൻ്റെ സംസാരമാണ്. ഇത്രയും ചെറുപ്പത്തിൽ കുഞ്ഞ് ഇത്രയും സംസാരിക്കുന്ന എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. കൂടുതൽ ആളുകളുള്ള വീട്ടിലെ കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി വർണ്ണയും ശീലവുമല്ലേ കൂടെയുള്ളത്. അപ്പോൾ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയില്ലെങ്കിലാണ് അത്ഭുതം. ധ്രുവി നേരെ ചെന്ന് പാർവതിയുടെ ക്യാബിനിലേക്കാണ്. വിൻഡോയിലൂടെ അരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പാർവതി അവൻ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. വാവേ, അവളുടെ കാതിലായി വിളിച്ചുവെങ്കിലും പാർവതി കേൾക്കാത്ത ബോധത്തിൽ നിന്നു. പിണക്കത്തിലാണോ? അവൻ വീണ്ടും ചോദിച്ചുവെങ്കിലും പാർവതി അവൻ്റെ കൈ തട്ടിമാറ്റി ചേരി വന്നിരുന്നു. എന്നോടുള്ള ദേഷ്യം നീ എന്തിനാ വെറുതെ ഇവിടുത്തെ പാവം സ്റ്റാഫുകളോട് തീർക്കുന്നേ? ആ ശീലമൊക്കെ ആകെ പേടിച്ചു വരച്ച് നടക്കുക. അത് കേട്ട് പാർവതി അവനെ നോക്കി പിടിച്ചു. എന്തിനാ ഇപ്പം ഇങ്ങോട്ടേ ഇരുന്നല്ലേ? എനിക്ക് ആരെയും കാണണ്ട. പാർവതി മുഖം തിരിച്ചു. അതിനാരാ പറഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വന്നാണ്? ഞാൻ എൻ്റെ പൊന്നിനെ കാണാൻ വന്നതാ. അത് പറഞ്ഞ ധ്രുവി അവളുടെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. അവളുടെ വയറിൽ നിന്ന് സാരി അല്പം മാറ്റി. പാർവതിക്ക് അത് 5-ാം മാസമാണ്. പാപ്പയുടെ പൊന്നുട്ടി, നിന്റെ അമ്മ രാവിലെ മാമു കഴിച്ചാ? പാപ്പയുടെ പൊന്നിന് വിശക്കുന്നുണ്ടാ? ധ്രുവി തൻ്റെ വയറിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു. പാർവതി ചിരി വന്നു പോയിരുന്നു. ഓ, ഇങ്ങനെ ചിരിക്കല്ലേ പെണ്ണേ? ധ്രുവി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. താഴെ എണീറ്റു. സോറിടാ, ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കോൾ വന്നുകൊണ്ട് രാത്രി പോയേ. നീ ഉറങ്ങുന്ന കണ്ട് ഉണർത്താൻ തോന്നിയില്ല, അതാ വിളിക്കാത്തേ. എനിക്കറിഞ്ഞൂടെ എന്നെ കാണാതെ എൻ്റെ പെണ്ണ് സങ്കടപ്പെടുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നേ. അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് ധ്രുവി പറഞ്ഞു. പാർവതിയുടെ പിണക്കം നിമിഷം നേരം കണ്ടില്ലാതെ ആയിരുന്നു. ദത്തൻ ശബ്ദമുണ്ടാക്കാതെ വർണ്ണയുടെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറി. അവൾ ചെയറിലേക്ക് ചാരിയിരുന്ന് കണ്ണടച്ച് കിടക്കാണ്. ദത്തൻ കള്ളച്ചിരിയോടെ അവളുടെ പിന്നിൽ വന്ന് അവളുടെ നെറ്റിയിലായി ചുണ്ടുകൾ അമർത്തി. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം അറിഞ്ഞ വർണ്ണ പുഞ്ചിരിയോടെ കണ്ണു തുറന്ന് ചെയറിൽ നിന്ന് എണീറ്റു. ജോലി ചെയ്ത് എൻ്റെ പെണ്ണ് ക്ഷീണിച്ചുറങ്ങിയോ? വർണ്ണ ഇരുന്നിരുന്ന ചെയറിലേക്ക് ദത്തനിരുന്നു.
ക്ഷീണിച്ചെങ്കിൽ അവൾ കൈ കെട്ടി ടേബിളിലേക്ക് ചാരുന്നു. ഞാൻ ക്ഷീണം മാറ്റിത്തരാം. അത് പറഞ്ഞ ദത്തൻ അവളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി. ദത്ത വേണ്ട, ആരെങ്കിലും കൊണ്ടുകൊണ്ട് വരും. അവൻ്റെ കയ്യിൽ കിടന്ന് പറഞ്ഞ കുതറി. ഇവിടേക്കിപ്പോൾ ആരും വരില്ല. അത് പറഞ്ഞ അവളുടെ തോളിൽ താടി കുത്തി ദത്തനിരുന്നു. ആ കുട്ടി പൈശാശ എവിടെ? ഡി, എൻ്റെ കൊച്ചിനെ പറഞ്ഞാണ്ടല്ലോ. കൊച്ചല്ല ഒച്ച. രാവിലെ അവളെ കുളിപ്പിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കടിച്ച കടി കണ്ടില്ലേ? അവൾ കയ്യിലെ പാടിലേക്ക് ചൂണ്ടി. അത് പിന്നെ അമ്മയുടെ സ്വഭാവമല്ലേ മോക്ക് കിട്ടൂ. നിനക്ക് കുളിക്കാൻ മടിയല്ലടി കള്ളി. എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ കൊച്ചിനും ആ സ്വഭാവം കിട്ടി. അല്ലെങ്കിൽ എനിക്കറിയാം അവസാനം സുമിത്ര ചേച്ചിയുടെ അവസ്ഥ തന്നെ എനിക്ക്. എൻ്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. ഈ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഈ സ്വഭാവം മാറുന്നു കരുതി. പക്ഷേ ഈ പഴയതിനേക്കാളും അപ്പുറമായി. അത് കേട്ടെന്ന് പറഞ്ഞ പിണങ്ങിക്കൊണ്ട് അവൻ്റെ മടിയിൽ നിന്ന് എണീക്കാൻ നിന്ന് ദത്തൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വീണ്ടും മടിയിലേക്ക് ഇരുത്തി. എൻ്റെ കുട്ടി പിണങ്ങിയ? ദത്തന് ഒരു തമാശ പറഞ്ഞല്ലേ. കാലം എത്ര കഴിഞ്ഞാൽ ഈ കുഞ്ഞിപ്പെണ്ണിനും ദത്തന് ഇഷ്ടം കുറയോ? അവളുടെ പിൻകഴുത്തിന് മുഖം ചേർത്ത് ദത്തൻ പറഞ്ഞതും വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് വന്നത് ഒരുമിച്ചാണ്. ധ്രുവിയെയും പാർവതിയെയും കണ്ടു പറഞ്ഞ അവൻ്റെ മടിയിൽ നിന്ന് ചാടി എണീറ്റു. യെസ്, കണ്ടിന്യൂ. ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ, അത് പറയാൻ വന്നതാ. ധ്രുവി ചിരി അടക്കി പിടിച്ചു പറഞ്ഞു. പാലക്കില്ലയോ? ദത്തൻ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അതെ, നീ വരുന്നുണ്ടോ? ആ, നിങ്ങൾ നടന്നു, ഞാൻ ഇപ്പോൾ വരാം. ദത്തൻ അത് പറഞ്ഞു. പാർവതിയും ധ്രുവിയും പുറത്തേക്ക് പോയി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കുഞ്ഞെ, എൻ്റെ കൊച്ചെന്നെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. മിഠായി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ. എന്നാൽ നീ ഇപ്പം പോകണ്ട, അവൾ കുറച്ച് നേരം അവിടെ കാത്തിരിക്കട്ടെ. ഡി, ശരിക്കും നീ നിൻ്റെ കുഞ്ഞല്ലേ അത്? സാധാരണ അമ്മമാർക്ക് കുഞ്ഞിനോട് ഒരു സോഫ്റ്റ് കോർണറൊക്കെ കാണും. ഇത് നിങ്ങൾ തമ്മിൽ കണ്ട കീരിയും പയമ്പുവാണല്ലോ. ഓ പിന്നെ, ഇങ്ങോട്ട് സ്നേഹം കാണിച്ചാൽ അങ്ങോട്ടും കാണിക്കാൻ പറ്റുള്ളൂ. ഇത് അവൾക്ക് പാലിന് മാത്രം തന്നെ മതി. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, എന്നാൽ ഞാൻ ഇറങ്ങാം. അത് പറഞ്ഞ് പുറത്തേക്ക് നടന്ന് ദത്തൻ തിരികെ വന്ന് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ച് തിരികെ നടന്നു. കാര്യം തമ്മിൽ ഏത് സമയവും അടിയും വഴക്കാണെങ്കിലും മോൾക്ക് വർണ്ണ എന്ന് പറഞ്ഞ ജീവനാണ്. ദത്തനെ കാണാതെ മോളിരിക്കും. പക്ഷെ വർണ്ണ ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് വൈകിയാൽ അപ്പോൾ തുടങ്ങും കരച്ചില്. ആ അമ്മയ്ക്കും മോൾക്കും ഇടയിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ വഴക്കാണ്. ചില സമയം വർണ്ണയും മോളേക്കാൾ ചെറുതാവും. അച്ഛേ, അമ്മ എന്താ വരാത്തേ? കുഞ്ഞെടുപ്പിട്ടെത്തുമ്പോൾ കയ്യിലെ ചെടിയിലെ പൂ പറിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ വരാറാവുന്നുള്ളോടെ കണ്ണ. ദത്തൻ കുഞ്ഞിയുടെ കയ്യിലെ ചെടി മണ്ണിലേക്ക് കുഴിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. വൈകുന്നേരം ഗാർഡനിൽ ചെടികൾ വയ്ക്കണം ദത്തനും മോളും. ദത്തനാണ് ചെടികൾ വയ്ക്കുന്നതെങ്കിലും കുഞ്ഞുടുപ്പ് ഇട്ട് പാദസരം കിൽക്കി ദത്തുമോള് ദത്തൻ്റെ ഒപ്പം തന്നെയുണ്ട്. മണ്ണിരിയെ കണ്ട് ദത്തുമോൾ ഓടി വന്ന് ദത്തൻ്റെ മേലിൽ ചുറ്റിപ്പിടിച്ചു. എൻ്റെ പൊട്ടാപ്പി, അത് പാമ്പല്ല, മണ്ണിരിയാ. അല്ല പാമ്പി എന്നെ എൻ്റെ അമ്മേനെ കാണണം, അമ്മയോട് വരാൻ വരാ. അവൻ്റെ കാല് ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങിയതും ദത്തൻ അവളെ എടുത്തു. ആ ചെറുതെത്തൂട്ടി എന്തിനാ കരയണേ? ഞാനില്ലേ കൂടെ? അവളുടെ കുഞ്ഞു കണ്ണുകൾ തുടച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പുറത്ത് കൊട്ടിക്കൊടുത്തു. അതേസമയം തന്നെ വർണ്ണയുടെ കാർ മുറ്റത്ത് വന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട വർണ്ണയുടെ നെഞ്ചൊന്ന് പെടഞ്ഞു. അവൾ കാറിൽ നിന്ന് ഓടിയിറങ്ങി. വർണ്ണയെ കണ്ടത് കുഞ്ഞ് ദത്തൻ്റെ കയ്യിൽ നിന്ന് അവളുടെ മേലേക്ക് ചാടി. അവളുടെ കഴുത്തിലെ കൈ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. എന്തിനാടാ കരഞ്ഞേ? അമ്മയുടെ കുട്ടിക്ക് എന്താ പറ്റിയേ? കുഞ്ഞിൻ്റെ പുറത്തേക്ക് തട്ടി ആവലാതിയോടെ ചോദിച്ചു. എന്നെ പാമ്പി കച്ചമ്മന്നമ്മേ. ഈ കൊച്ചിനെ കണ്ട് ഞാൻ തോറ്റു. അത് പാമ്പിയല്ല, മണ്ണിരയായിരുന്നു നത്തം പറഞ്ഞു. സാരില്ല കേട്ടോ, വാ നമുക്ക് അകത്തേക്ക് പോവാം. എന്നിട്ട് മണ്ണായി ഉടുപ്പൊക്കെ മാറ്റി കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കാം. വേണ്ട, എനിക്ക് കുളിച്ചണ്ട, എനിക്ക് എൻ്റെ അച്ഛൻ മതി. വർണ്ണയുടെ മേൽ നിന്നും മോള് ദത്തൻ്റെ മേലേക്ക് തന്നെ ചാടി. ഡി, ഇങ്ങോട്ട് പാടി, നിന്റെ മേലെ അപ്പടി ചെളിയാ. വർണ്ണ പറഞ്ഞു. ഇല്ല, വരില്ല. ദത്തൂട്ടി, അമ്മയുടെ കുഞ്ഞും പോയി കുളിച്ചേ. ഇല്ല. അത് പറഞ്ഞ കുഞ്ഞൻ കുതിരി താഴെ ഉറന്നിറങ്ങി അകത്തേക്ക് ഓടി. നിക്കടി അവിടെ. പിന്നാലെ വർണ്ണയും.
പതുക്കോട് കുഞ്ഞ്, തട്ടി വീഴണ്ട. ദത്തൻ എപ്പോഴത്തെയും പോലെ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അയ്യടാ, ഒരു കുഞ്ഞ്, കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായി, എന്നിട്ട് ഈ വിളി നിർത്താറായില്ലേ? അല്ല, ഞാൻ ആരോടെ ഈ പറയണേ? സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരേ പേരിട്ട് വിളിക്കുന്ന ആളല്ലേ? ധ്രുവി ദത്തനെ കളിയാക്കി. മോനെ ധ്രുവി, എന്നെ കണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ ഏട്ടാ. ധ്രുവിയേട്ടാ, ഏട്ടനെന്താ ഏട്ടൻ്റെ വാവ വിളിക്കണോ? ശീലു ഉമ്മറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. ശേ. ധ്രുവി വലിച്ച ചിരിയോടെ ദത്തനെ നോക്കി. അതാ അവിടെ വാവ വിളിക്കണു. വാവയുടെ ധ്രുവിയേട്ടൻ വേഗം ചെല്ല്. ദത്തൻ തിരിച്ച് കളിയാക്കി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, കുട്ടിയായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വിളിക്കാം. പിന്നെ അവളുടെ വയറ്റി കിടക്കണയോ? അതകത്തല്ലേ, പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ, അതുവരെ വിളിക്കാം. ധ്രുവി. അപ്പോഴേക്കും അകത്തുനിന്ന് പാർവതിയുടെ വിളി വന്നിരുന്നു. ദാ വരുന്നു ആവേ. ദത്തനെ നോക്കിയ ശേഷം ധ്രുവി അകത്തേക്ക് ഓടി. നാളത്തെ ഫംഗ്ഷനോടനുബന്ധിച്ച് തറവാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആര്യനും ലക്ഷ്യവും തമ്മിൽ നല്ല കൂട്ടാണ്. എന്നാൽ ദത്തുമോള് ശീലുവുമാണ് കൂടുതൽ കൂട്ട്. ശീലു ഓഫീസിൽ നിന്ന് വന്നാൽ ശീലുമ്മ വിളിച്ച് പിന്നാലെ തന്നെ മോളുണ്ടാവും. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ ക്ഷീണം കൊണ്ട് നേരത്തെ തന്നെ കിടന്നു. അച്ഛനും മോളും പാതിരാത്രി ആയാലും കളിച്ചുകൊണ്ടിരിക്കും. നാളത്തെ ഫംഗ്ഷന് വേണ്ടി ബന്ധപ്പെട്ട് ദത്തൻ ഒരാഴ്ച ലീവാണ്. അവൾ കുഞ്ഞിനെ തോളിലിട്ട് ഉറക്കി ശേഷം ബെഡിൽ വർണ്ണയുടെ അരികിലായി കിടത്ത് തലയണ തടസ്സം വെച്ചു. അവൻ ടവലെടുത്ത് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞിറങ്ങിയ ദത്തൻ കടന്ന് ബെഡിലിരുന്ന് കരയുന്ന വർണ്ണയും കുഞ്ഞിനെയാണ്. എന്താടാ കരയണ, എന്താ പറ്റിയേ? ദത്തൻ ടെൻഷനോടെ രണ്ടുപേരെയും നോക്കി. അമ്മ അടിച്ചേ, ഇവളെന്റെ കയ്യിൽ കടിച്ചു ദത്താ. നീ എന്തിനാ കുഞ്ഞിനെ ഉണർത്തിയ? ഞാൻ അവനെ ഉറക്കിയിട്ടല്ലേ പോയേ. ദത്തൻ കുഞ്ഞിനെടുത്ത് മാറോട് ചേർത്തു. ഞാനല്ലേ ഈ കുട്ടി പിശാച് എന്നെ ഉണർത്തിയ. ദത്തൂട്ടി. ദത്തൻ നെഞ്ചി കിടക്കുന്ന കുഞ്ഞിനെ നീട്ടി വിളിച്ചു. അഞ്ചു ചങ്കടം വന്നേ, അച്ഛൻ പോയപ്പോ ഞാൻ ഉറക്കണീച്ചു. അപ്പൊ അമ്മ കിടന്ന് ഉറങ്ങ. എൻ്റെ അമ്മയല്ലേ, അപ്പൊ ഞാൻ ഉറങ്ങാതെ ഉറങ്ങാൻ പാടോ? അമ്മക്ക് വയ്യാത്തോണ്ടല്ലേ കണ്ണാ, ദത്തൻ കുഞ്ഞിനോടായി പറഞ്ഞു. കണ്ണനല്ല, കള്ളിയാ വിളി, പേരും കള്ളി. എൻ്റെ കൈ കടിച്ചു വെച്ചിരിക്കണ കണ്ടില്ലേ? എനിക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. ദത്ത, അവളെ താഴെ ഇറക്ക്, ഒറ്റയ്ക്ക് കിടന്നുറങ്ങി പഠിക്കട്ടെ. പറഞ്ഞേക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇല്ല, ഇതെൻ്റെ അച്ഛൻ, ഞാൻ അറിഞ്ഞില്ല. കുഞ്ഞു വാശിയോടെ ദത്തൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. നീ വെറുതെ കിണങ്ങാൻ നിൽക്കല്ലേ, മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക്. ദത്ത, അവളുടെ വാശിക്ക് നിൽക്കണ്ടാട്ടാ. അത് കേട്ട് മോള് കരയാൻ തുടങ്ങി. അച്ഛയുടെ പൊന്നുറങ്ങിക്കോ. ദത്തൻ കുഞ്ഞിൻ്റെ പുറത്ത് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പക്ഷെ ആരും ഉറങ്ങാൻ. അവൾ ദത്തൻ്റെ കഴുത്തിലെ മാല പിടിച്ച് കളിക്കുന്ന തിരക്കിലാണ്. ദത്തൂട്ടി വാ, അമ്മ പാല് തരാം. അത് പറഞ്ഞ കുഞ്ഞിനെ വാങ്ങിച്ച് ബെഡിൽ വന്നിരുന്നു. അതോടെ അത്ര നേരം വാശി പിടിച്ചിരുന്ന കുഞ്ഞ് പാല് കുടിച്ച് വർണ്ണയുടെ കയ്യിൽ കിടന്നുറങ്ങി. ഡ്രസ്സ് മാറി വന്ന ദത്തൻ വർണ്ണയുടെ കയ്യിലുള്ള കുഞ്ഞിനെ വാങ്ങി തൊട്ടിലേക്ക് കിടത്തി. ഉറങ്ങണില്ലേ കുഞ്ഞ്? ദത്തൻ ബെഡിലേക്ക് കിടന്നുകൊണ്ട് ചോദിച്ചു. ആ പെണ്ണ് കരഞ്ഞ് കരഞ്ഞ് മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞു. വർണ്ണ ബെഡ് റെസ്റ്റ് ചാരി ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഉറക്കം വരാൻ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. എന്താ ഐഡിയ? അത് പറയാൻ പറ്റില്ല, പ്രവർത്തിച്ച് കാണിക്കാം. അത് പറഞ്ഞ ദത്തൻ അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു. ദത്ത വേണ്ടാട്ടാ. എന്തു വേണ്ടാന്ന്? ദത്തൻ അവൾക്ക് മീതെ കൈ കുത്തി നിന്നു. അത് നീ. വർണ്ണ അത് പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ ദത്തൻ അവളുടെ ചുണ്ടുകളെ നുകർന്നെടുത്തു. ചുംബനങ്ങളാൽ അവളുടെ പെണ്ണിനെ ഉണർത്തിയെടുത്ത് അവൻ അവളിൽ പടർന്നു കയറി. രാത്രിയിലെ ഏതോ യാമത്തിൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ തളർച്ചയോടെ ബെഡിലേക്ക് വീണു. ദത്ത, എന്താടാ കുഞ്ഞ്, നിന്റെ സ്നേഹം എന്തെങ്കിലും കുറയോ? ദത്തൻ അതിനു മറുപടി പറയാതെ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് നഗ്നമായ മാറിൽ ചേർന്നു കിടക്കുന്ന തൻ്റെ ആലിലെ താലി കടിച്ചെടുത്ത് അവളുടെ ചുണ്ടിന് മുകളിലായി വെച്ചു. ശേഷം അതിലായി അമർത്തി ചുംബിച്ചു. അവളുടെ മുഖമാകെ ചുംബനങ്ങളാൽ മൂടി. ഈ ദത്തൻ്റെ ശ്വാസം പോലും നീയല്ല പെണ്ണെ. ഓരോ നിമിഷം നിന്നോടുള്ള സ്നേഹം കൂടുന്നതല്ലാതെ ഒരു തരി പോലും കുറയണില്ല. ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനിയുള്ള എല്ലാ ജന്മത്തിലും ഈ ദത്തൻ്റെ ജീവൻ്റെയും
ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ പാതി ഈ കുഞ്ഞു പെണ്ണ് മാത്രമായിരിക്കും. വർണ്ണയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ദത്തൻ പതിയെ ഉറങ്ങി. ഒപ്പം വർണ്ണയും. എണീക്ക് മനുഷ്യ, എന്താടി കുഞ്ഞുറങ്ങുന്നില്ല? അതിന് ഞാനെന്താ ചെയ്യാ? ഇത്രയും നേരം ഞാൻ എടുത്ത് കളഞ്ഞില്ല, ഇനി ഏട്ടൻ കുറച്ച് നേരം എടുത്ത് നടക്ക്. ഇത് കുറച്ച് കഷ്ടാണ് കേട്ടോ മിക. പകല് മുഴുവൻ ഡ്യൂട്ടി, രാത്രിയാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് നടക്കണം. ആഹാ, മോന് മാത്രമല്ല ഡ്യൂട്ടി, എനിക്കും ഉണ്ടായിരുന്നു. ആമി ഇടുപ്പിൽ കൈകുത്തിയെന്ന് പറഞ്ഞു. പാർത്തി ബെഡിൽ നിന്ന് എണീറ്റു. സമയം 1 മണിയായി. അവൻ ആമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. അച്ചയുടെ പൊന്നെന്താ ഉറങ്ങാത്ത? ഇത് കഷ്ടാണ് കേട്ടാ. പാർത്തി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആമയ്ക്ക് PSC എഴുതി അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടി. പകൽ സമയം കുഞ്ഞിനെ കാര്യങ്ങൾ നോക്കുന്ന ദർശനയാണ്. പിന്നെ ലക്ഷ്മണനും കളിച്ചു നടക്കുന്ന കാരണം ആര്യനെ കൊണ്ട് പകൽ സമയം ബുദ്ധിമുട്ടില്ല. പക്ഷേ രാത്രി അവൾക്ക് തീരെ ഉറക്കമില്ല. വെളുക്കുന്നവരെ പാർത്തിയും ആമയും മാറി മാറി എടുത്തു നടക്കണം. കുറച്ചു നേരമായിട്ടും പാർത്തിയുടെ അനക്കം കേൾക്കാതെ ആമി തലവഴി പുതപ്പ് മാറ്റി. കുഞ്ഞെവിടെ? ഡോറ് ചാരി അകത്തേക്ക് വരുന്ന പാർത്തിയെ കണ്ട് ആമി ചോദിച്ചു. അതിന് ഞാൻ കൊടുത്തു. എന്ത്? ആമി ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അവിടെ രാഗിൻ്റെ അടുത്തുണ്ട്. ഞാൻ പുറത്തെ വരാന്തയിലൂടെ കുഞ്ഞിനെ എടുത്ത് നടക്കുന്നത് കണ്ടപ്പോൾ രാഗേട്ടൻ വാങ്ങിയിട്ട് പോയി. അത് പറഞ്ഞ് പാർത്തി ബെഡിലേക്ക് കിടന്നു. പിന്നീട് എന്തുകൊണ്ടോ 2 പേർക്കും ഉറക്കം വന്നില്ല. അവസാനം പാർത്തി രാഗിൻ്റെ റൂമിലേക്ക് നടന്നു. അവിടെ ആള് നല്ല ഉറക്കത്തിലാണ്. ദർശന കുഞ്ഞ് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞുവെങ്കിലും പാർത്തി കുഞ്ഞിനെ എടുത്ത് റൂമിലേക്ക് വന്നു. ഇത് നടക്കില്ല കേട്ടോ മോനെ, സമയം 2 മണി, ഇനി 4 മണിക്കൂർ കഴിഞ്ഞ് നേരം വിളിക്കും. തൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് കിടക്കുന്ന ശ്രീയുടെ തലയിൽ തലോടിക്കൊണ്ട് നിമ്മി പറഞ്ഞു. നാളെ ഇനി ഓഫീസിലൊന്നും പോവണ്ടാലോ, ഒരു 10 മണി വരെ കിടന്നുറങ്ങിക്കോ. അവളെ നഗ്നമായ പുറത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു. നിമ്മി അവനെ കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ല പെണ്ണെ. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ശ്രീ കിടന്നു. അവൻ്റെ ഹൃദയ താളം കേട്ട് നിമ്മിയും. പിറ്റേ ദിവസം തറവാട്ടിൽ ആകെ ബഹളമായിരുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മനുവും ശീലുവും അനുവും ചേർന്നുള്ള ഒരു കവർ സോങ്ങിൻ്റെ റിലീസാണ്. മനു ഇൻസ്റ്റയിലെ റീൽസ് വഴി പ്രമുഖനായ കാരണം എല്ലാവരും ആ കവർ സോങ്ങിൻ്റെ റിലീസിന് കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആരാധികന്മാർ. കവർ സോങ് പാടിയിരിക്കുന്നത് കോകിലയും അവളുടെ ട്രൂപ്പിലെ ഒരു മെയിൻ സിംഗറും ചേർന്നാണ്. ഇന്നാണ് ഇതിൻ്റെ ഫങ്ഷൻ. കൂട്ടത്തിൽ അവളുടെ സിംഗിൾ പ്രസംഗിയായിരുന്ന ഷീലുവിൻ്റെ എൻഗേജ്മെൻറ്റും. വൈകുന്നേരമാണ് ഫങ്ഷൻ. 4 മണിയോടുകൂടെ എല്ലാവരും ഇറങ്ങാറായി. എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു. ഇനി ദത്തനും വർണ്ണയും മോളും ധ്രുവയും പാർവതിയും ശ്രീയും നിമ്മിയും മാത്രമാണ് പോവാനുള്ളത്. ദത്തൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ദേവന്റെ ദേവുട്ടി കാറിൽ കയറൂ. ശ്രീ കോ ഡ്രൈവർ സീറ്റ് തുറന്നു കൊടുത്തോണ്ട് വർണ്ണ കയറി. ഇനി ദത്തന്റെ ദത്തുട്ടി കയറൂ. ധ്രുവി മോളെ എടുത്ത് വർണ്ണയുടെ മടിയിലേക്ക് ഇരുത്തി. അമ്മയും മകളും പോകുന്ന വഴി അടി കൂടാണ്ട് പരിപാടിയാണെങ്കിൽ 2നെ വഴിയിലിറക്കി വിടും, പിന്നെ നടന്നു വരേണ്ടി വരും. സാരില്ല, എൻ്റെ അമ്മ എന്നെ എടുക്കും, ഞങ്ങൾ നടന്നു വന്നോളാം. അത് പറഞ്ഞ ദത്തൂട്ടി വർണ്ണയുടെ നെഞ്ചിലേക്ക് ചാരി കിടന്നു. അയ്യടാ, ഞാൻ ഓട്ടോ പിടിച്ചു പോവും, നീ നടന്നോ, ഓടിയോ എങ്ങനെയാന്ന് വെച്ചോ വന്നോ. ഇല്ല, എൻ്റെ അച്ഛൻ വരും, അവളും ആശയോടെ പറഞ്ഞു. മറ്റുള്ളവരും കാറിലേക്ക് കയറിയതും ദത്തൻ കാർ മുന്നോട്ടെടുത്തു. അവരെത്തുമ്പോഴേക്കും ഹാളിൽ എല്ലാവരും എത്തിയിരുന്നു. അനുവിനെയും വേണിയും കണ്ടതും വർണ്ണ അവരുടെ അരികിലേക്ക് നടന്നു. ഫംഗ്ഷൻ തുടങ്ങിയത് എല്ലാവരും സ്റ്റേജിലേക്ക് വന്നു. 7 മണിയോടെയായിരുന്നു ഫംഗ്ഷൻ തുടങ്ങിയത്. ദേവശില്പ എന്ന് എഴുതിയ മോതിരം ശീലു കാശിനാഥൻ്റെ വിരലിൽ അണിയിച്ചു. തിരിച്ച് കാശിനാഥൻ ശീലുവിൻ്റെ കയ്യിലും തൻ്റെ പേരെഴുതിയ മോതിരം അണിയിച്ചു. തൻ്റെ സന്തത സഹചാരിയായിരുന്ന കാശിനാഥനെ തന്നെയായിരുന്നു ദത്തൻ തൻ്റെ പെങ്ങൾക്ക് വേണ്ടി കണ്ടുകൊടുത്തത്. സർവീസിലിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചതുകൊണ്ട് 21ാമത്തെ വയസ്സിൽ പോലീസിൽ കയറിയ ആളാണ് കാശിനാഥൻ. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോടുള്ള ആത്മാർത്ഥതയാണ് ദത്തനെ അവനിലേക്ക് അടുപ്പിച്ചത്. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞതും സ്റ്റേജിലുള്ള എല്ലാവരും 2 സൈഡിലേക്കായി നീങ്ങി നിന്നു. ചുറ്റുമുള്ള ലൈറ്റുകൾ ഓഫായതും സ്ക്രീനിൽ വീഡിയോ പ്ലേ ആവാൻ തുടങ്ങി.
മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ ഇനി നീയുണ്ടെന്നും കൂടെ നിലവേ കാത്തിങ്കളേ ഒരു ചെറുനോവും ചിറയാക്കി എൻ പാതിമേയായി ഓരോ രാവും പകലാക്കി നേരിൻ മോഹവേലായി ഇവനിലായി ചേരുന്നു നീ മുറിവിഴ കൈരേഖ പോ കൺചിമ്മാതി കാക്കാമെന്നോ മലേ. ദത്തൻ്റെ ജീവിതം തന്നെയായിരുന്നു ആ വീഡിയോ. പാട്ടിൻ്റെ ആദ്യ ഭാഗത്ത് പാർവതിയുടെയും ദത്തൻ്റെയും ജീവിതമായിരുന്നു. ദത്തൻ്റെ സ്ഥാനത്ത് മനുവും പാർവതിയുടെ ഭാഗത്ത് അനുവുമാണ് റോൾ ചെയ്തത്. ചെഞ്ചുണ്ടുത്തൊടിച്ചോ ചെറുവാൽ കിളിയേ നെഞ്ചൊന്നു പിടച്ചോ പറയോ പതിയേ മഞ്ചാടിക്കുമ്പത്താരെ ഇണക്കിളിയേ കിന്നാരും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. ചെഞ്ചുണ്ടുത്തൊടിച്ചോ ചെറുവാൽ കിളിയേ നെഞ്ചൊന്നു പിടച്ചോ പറയോ പതിയേ മഞ്ചാടിക്കുമ്പത്താരെ ഇണക്കിളിയേ കിന്നാരും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു നീ എന്നും എന്നും എന്റേതു മാത്രം. രണ്ടാം പാതിയിൽ ദത്തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വർണ്ണയുടെ സ്ഥാനത്ത് ഷീലു ആയിരുന്നു. അവസാനം പാട്ടിൻ്റെ അവസാന വരിയിൽ എൻ കാതിലെ എന്ന കവർ സോങ് നെയിമും എഴുതി കാണിച്ചതും ചുറ്റും കയ്യടികൾ ഉണർന്നു. കവർ സോങ്ങിനെ കുറിച്ച് അറിയായിരുന്നെങ്കിലും ഇങ്ങനെയൊരു കണ്ടന്റ് വർണ്ണ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അത് തങ്ങളുടെ കഥയാണെന്ന് വർണ്ണയ്ക്കും ദത്തനും മാത്രമേ അറിയുകയുള്ളൂ. എന്തിന് അതിൽ അഭിനയിച്ച മനുവിനോ അനുവിനോ ഷീലുവിനോ പോലും അറിയില്ല. മറ്റാർക്കും മനസ്സിലാവാത്ത തരത്തിലായിരുന്നു അതിൻ്റെ മേക്കിംഗ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മിനിറ്റുകൾ കൊണ്ട് എൻ കാതിലെ കവർ സോങ് വൈറലായി മാറിയിരുന്നു. എല്ലാം കൊണ്ട് ആ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞു നിന്നു. ഇനിയും തുടരുകയാണ് ദത്തൻ്റെയും അവൻ്റെ കുഞ്ഞിൻ്റെയും പ്രണയം. ഒപ്പം ആ പ്രണയത്തിൻ്റെ തീവ്രത കൂട്ടാനെന്ന പോലെ ദത്തുമോളും പാർത്തിയും മാമിയും അവൻ്റെ പൊന്നുമോനും കൂടെ തങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ ഇനിയും തുടരുകയാണ്. തങ്ങളുടെ പൊന്നോമനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ധ്രുവിയും അവൻ്റെ പാർവതിയും. ആ കുഞ്ഞിനുള്ള കാത്തിരിപ്പ് ഇനിയും തുടരുകയാണ്. പ്രണയിച്ചു കൊതി തീരാതെ ശ്രീയും അവൻ്റെ നിമ്മിയും വീണ്ടും അവരുടെ പ്രണയം തുടർന്നുകൊണ്ടിരുന്നു. ഷീലുവും ഭദ്രയും തൻ്റെ പ്രണയ സാക്ഷാത്കാരമായ കല്യാണത്തിനുള്ള കാത്തിരിപ്പിനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ രാഗും ദർശനും തൻ്റെ രണ്ടാമത്തെ കുഞ്ഞാവയ്ക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം ഇനിയും തുടരുകയാണ്. ഒരിക്കലും തീരാത്ത പ്രണയത്തോടെ എൻ കാതിലെ സ്റ്റോറി നമ്മുടെ ഇവിടെ അവസാനിച്ചു. എത്രത്തോളം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ദത്തനും വർണ്ണയും എത്തിച്ചേർന്നെന്ന് എനിക്കറിയില്ല. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു. എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഈ സ്റ്റോറി തീരുമ്പോൾ എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ട്. പിന്നെ സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാർവതിയുടെ ഡെലിവറിയും ഷീലുവിൻ്റെയും ഭദ്രയുടെയും കല്യാണക്കാര്യം തുടങ്ങിയ അവരുടെ കുടുംബ കാര്യങ്ങളിൽ ഇനി മേലാൽ എന്നോട് ഇടപെട്ടു പോകരുത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത്, എല്ലാ എഴുത്തുകാരെയും സ്റ്റോറി അവസാനിപ്പിക്കുമ്പോൾ പറയാറുള്ള സ്ഥിരം ക്ലീഷേ ഡയലോഗാണ്. സ്റ്റോറി നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതെന്ന്. അപ്പോൾ സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇന്നത്തെ പാട്ടിൽ എന്തെങ്കിലും റിവ്യൂ റേറ്റിംഗ് തരണം, അല്ലെങ്കിൽ ലൈക്കെങ്കിലും അടിക്കണം. ഇതിൻ്റെ മുമ്പേ ഉള്ള പാട്ടുകളിൽ മറന്നിട്ടുണ്ടെങ്കിൽ അവിടെയും തന്നേക്ക്. ഞാനൊരു പാവം കുട്ടിയല്ലേ, പ്ലീസ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റോറി ഞാൻ ഉടനെ ആരംഭിക്കുന്നതാണ്. നമ്മുടെ റിവ്യൂ ബാക്കിന് ശേഷം അടുത്ത സ്റ്റോറി നമ്മൾ തുടങ്ങാണ് കേട്ടോ.
അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാതലെ സ്റ്റോറിക്ക് കിട്ടിയ. അപ്പോൾ ദത്തൻ്റെയും അവൻ്റെ കുഞ്ഞിനെയും ഏറ്റെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. സാധാരണ ഞാനൊരു സ്റ്റോറി എഴുതി തുടങ്ങുന്നതിന് മുമ്പേ ഒരാഴ്ചയെങ്കിലും ആ സ്റ്റോറിയെക്കുറിച്ച് അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും നന്നായിട്ട് ആലോചിച്ചിട്ട് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡ് വരെ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് സ്റ്റോറി എഴുതാൻ തുടങ്ങാറുള്ളൂ. പക്ഷേ എൻകാതിലെ എന്ന സ്റ്റോറി അപ്രതീക്ഷയായിട്ട് തുടങ്ങിയൊരു കഥയാണ്. അതും ഒരു ദിവസം ഇങ്ങനെ പാട്ട് കേട്ട് കിടന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു ത്രെഡാണിത്. അതിന് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. സ്റ്റോറി അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എൻകാതിലെ 2 വേണമെന്ന്. ദേവാംശയും മറ്റുള്ളവരെയും വെച്ച് തുടങ്ങണമെന്ന് പല സജഷൻസും വന്നു. പക്ഷേ അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു എൻഡിങ് ആണ് ഞാൻ എൻകാതിലെ സ്റ്റോറിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി പാർട്ട് 2 വന്നാൽ അത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. അത് നല്ല രീതിയിൽ എഴുതി അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് 100-ൽ 150% ഉറപ്പ് എനിക്കുണ്ട്. ബിക്കോസ് അനുഭവം ഗുരുവാണല്ലോ. പക്ഷേ നമ്മുടെ ദത്തനും വർണ്ണയും തിരിച്ചു വരും മറ്റൊരു കഥയിലൂടെ. ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ തുടർക്കഥയോ പേരോ അല്ല, അതുപോലെ സ്നേഹിക്കുന്ന മറ്റൊരു കപ്പിൾ. സ്റ്റോറിനെയും ക്യാരക്ടറിനെയും ഒക്കെ വേറെ വേറെ ആയിരിക്കും, സ്വഭാവം മാത്രം അതേപോലെ. ഒരു സിമ്പിൾ ലവ് സ്റ്റോറി. ലവ് സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. കറക്റ്റ് ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ വൈകും, ഓണാക്കിയല്ലേ. പിന്നെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഞാനിപ്പോൾ എഴുതുന്ന ഈ സ്റ്റോറിയിലും വർണ്ണ 2.0 നായിക തന്നെയാണ്. എനിക്കെന്തോ കണ്ണീർ നായകന്മാർ തീരെ ഇഷ്ടമില്ല, അതാ. അപ്പോൾ ആരും ഇനി എൻകാതിലെ 2 പ്രതീക്ഷിക്കേണ്ട കേട്ടാ. ഉടൻ തന്നെ പുതിയ സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുപോലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ലവ് യു ഓൾ.